ഈ യാതൊരു ഇതുമില്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് അവർ പറയുന്നതാണ്, അല്ലെങ്കിൽ മത നേതാക്കന്മാരാണ് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞിട്ട്, ഇതല്ല സ്വർഗം. ഞാൻ ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്, വാട്ട് ഈസ് അവർ ബേസിക് റിക്വയർമെൻറ്റ്സ്. നിങ്ങളിത് അഡ്രസ്സ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇതും കൂടെ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇപ്പം ശശിധരൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൂണിയൻ അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അതേ ഇവിടെ ഉണ്ട്. KP രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, അദ്ദേഹത്തിന് പിന്നെ MLA ആയും മന്ത്രിയായിട്ടും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് നമ്മളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അവരെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ്. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായിട്ട് ജനിച്ചു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മനോരമയിൽ ഈ പുൽപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്ന സമയത്ത്, അതിനുശേഷം എൻ്റെ ഏതോ ഒരു ഓർമ്മയുടെ ഉള്ളൊരു സമയത്താണ് ഒരു ജന്മിയെ, അന്ന് ഈ സെൻസർഷിപ്പ് ഒന്നുമില്ല, അതായത് തൂണയിൽ കെട്ടി കഴുത്തില്ലാത്ത ഒരു ഫോട്ടോയാണ് പത്രത്തിൽ കാണുന്നത്. ഇതെന്നെ വല്ലാതെ പിടിച്ചൊലച്ചാണ്. അപ്പോൾ ഈ നക്സൽബാരി പ്രസ്ഥാനം എന്താണെന്നുള്ളതിനെപ്പറ്റി ഞാൻ അറിയാവുന്നവരടുത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അജിത, ഫിലിപ്പം പ്രസാദ്, അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ആരാധനയായി. ഞാൻ സാമൂഹ്യനീതി വകുപ്പിലിരിക്കുന്നുണ്ട്, നോക്കിയപ്പോൾ ഒരു ദിവസം അജിത വരുന്നു. അപ്പോൾ എൻ്റെ ഒരു വലിയ ഡ്രീമിലുണ്ടായിരുന്ന വിപ്ലവകാരി വരുന്നു. അപ്പോൾ അജിത വന്നിട്ട് പറഞ്ഞു, സാറേ എൻ്റെ ഒരു ഫണ്ട് വിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അജിത എൻ്റെ ഡ്രീമിലുള്ള വിപ്ലവകാരി എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ ഫണ്ട് കൂടുതൽ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. അതിനുശേഷമാണ് അജിതയുടെ അടുത്ത് ഞാൻ പറയുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ഒരു നക്സൽബാരി ഒരു നല്ലൊരു സംവിധാനമാണ്. അങ്ങനെ ആര്യ സെൻട്രൽ സ്കൂളിൽ 5ാം ക്ലാസ്സിൽ വെച്ച് തന്നെ പുറത്താക്കി, 6ാം ക്ലാസ്സിൽ പോപ്പൈ സ്കൂളിൽ നിന്ന് പുറത്താക്കി, 7ാം ക്ലാസ്സിലാണ് എൻ്റെ പുറത്താക്കുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ മന്ന മെമ്മോറിയൽ സ്കൂളിലേക്ക് എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. അവിടെ മിക്കവാറും കൂടുതൽ സമയവും പുറത്ത് തന്നെ ആയിരുന്നു. പക്ഷേ എന്നാലും പഠിക്കുന്നതുകൊണ്ട് അതിനകത്തൊക്കെ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റിബൽ ചിന്താഗതി അന്ന് മനസ്സിലുണ്ടായി. പക്ഷെ അതൊരു ശരിയായിട്ടുള്ള രീതിയായിരുന്നില്ല സായുധ വിപ്ലവം എന്നൊക്കെയാണ് പിന്നീട് മനസ്സിലായത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ചന്ദ്രശേഖരൻ നായർ, സായിക്ക് അറിയാമല്ലോ, ഹിന്ദി മാഷ്. ചന്ദ്രശേഖരൻ നായർ ഞങ്ങളെപ്പോലുള്ള കുറച്ച് തീവ്രവാദികളെ വിളിച്ചിരുത്തിയിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഇവിടെ കണ്ട് കാണുന്ന കേരള ശബ്ദത്തിനകത്ത് ആൾ ദൈവങ്ങളെ പറ്റി പറയുന്നതൊക്കെ വന്നു. അപ്പം അങ്ങനെ അതിനെപ്പറ്റി മതി. ഒരു 5.5 കൊല്ലം നിരീശ്വരവാദി മാത്രമല്ല, ഭയങ്കരമായിട്ടൊരു റാഷണലിസ്റ്റാണ്. ബൈക്കിൽ കയറി തലയെങ്കിത്തെ താഴെ വീണ് 8 മാസം കിടന്നപ്പം പിന്നെ ഈശ്വരവിശ്വാസിയായി. അതിനുശേഷം എൻ്റെ കൂടെ കാലൊടിഞ്ഞ വിനു അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതിൻ്റെ ഒരു റാഷണലിസവും ദൈവവിശ്വാസത്തിൻ്റെയും ഒരു സങ്കരവിദ്യയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജീവിതത്തിൽ മനസ്സിലായ ഒരു കാര്യം, വി കനോട്ട് ഫൈറ്റ് ദിസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. എൻ്റെ അച്ഛൻ 1982 അദ്ദേഹത്തിൻ്റെ ഒത്തിരി, ഞാൻ പ്രിഫേസിൽ തന്നെ പറയുന്നുണ്ട്, നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററായിരുന്നു. എന്നാൽ അതിനെപ്പറ്റി അദ്ദേഹത്തിനെപ്പറ്റി വിമർശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുമുണ്ട്. തിരുവനന്തപുരത്ത് ഏറ്റവും മികച്ച ബിൽഡിംഗ്, ഏറ്റവും വലിയ ബിൽഡിംഗ് 1982 നീലം സഞ്ജീവ റെഡ്ഡി തറക്കല്ലിട്ട കോബാങ്ക് ടവേഴ്സ്, കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. 14 നില, സെൻട്രൽ AC, എസ്കലേറ്റർ, താഴെ ഷോപ്പിംഗ് കോംപ്ലക്സ്. മഹേഷ് സാർ അത് ചെയ്തതാണ്. സിംഗപ്പൂരിലെ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ചെയ്തതാണ്. 8 മാസം 11 മാസം അദ്ദേഹം മന്ത്രിയായിട്ട്, ധനകാര്യ മന്ത്രിയായിട്ടിരുന്നുള്ളൂ. 8 മാസം കൊണ്ട് നെടുമുടി പള്ളാത്തുരുത്തി 2 പാലങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചു. അപ്പോൾ ഇത് എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് ദ പവർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അറ്റ് ദ സെയിം ടൈം ഈ സഹകരണ പ്രസ്ഥാനത്തിനെ വലുതാക്കാൻ വേണ്ടി അദ്ദേഹം ഇവിടുത്തെ ബ്ലേഡ് കമ്പനികൾക്കെതിരായിട്ട്, അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ PA ആയിരുന്ന ദേവദത്ത് ജി പുറക്കാട്, ദത്തൻ ചേട്ടൻ എൻ്റെ വലിയൊരു അടുത്താണ്. ദത്തൻ ചേട്ടൻ പറഞ്ഞ്, ഈ പ്രസിഡൻറ്റിന് ബുദ്ധിയില്ല, 87 ഇലക്ഷൻ വരാൻ പോവുക, അവർ പെട്ടികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ഇതുവെല്ലാം വാങ്ങിച്ചു വെച്ച് ഈ സഹകരണ പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കാൻ പോകാതെ ഇതുവെല്ലാം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ വരുന്ന പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം സെയിൽ ടാക്സിനും മറ്റുമൊക്കെ റെയ്ഡുണ്ടായി. സെയിൽ ടാക്സുകാരുടെ റെയ്ഡുണ്ടായി. ഏലപ്പാറയിൽ ഒരു എസ്റ്റേറ്റിൽ ഒരു ദിവസം മൊത്തമാണ് സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥരെ ബന്ദികളാക്കി. എന്തായാലും എസ്റ്റാബ്ലിഷ്മെൻറ്റിന് പൊരുതി. അപ്പം ഞാൻ ആ സമയത്ത് KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ. അപ്പോൾ 87 ഇലക്ഷന് എനിക്ക് വരയ്ക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ചെറുതായിട്ട് വരയ്ക്കുമെന്നുള്ളത് കൊണ്ട്, ഈ പോസ്റ്ററിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 1977 ഇലക്ഷന് പശുവും കിടാവിനെയൊക്കെ വരയ്ക്കും. കാരണം എന്ന് വെച്ചാൽ പശുവും കിടാവിനെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പശുവാണെന്നോ കാളയാണെന്നോ എരുമയാണെന്നോ അറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അന്ന് തൊട്ടേ ഇങ്ങനെ ഭിത്തിയിൽ പോയി വരയ്ക്കുമായിരുന്നു. വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചു എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് പിന്നെ എനിക്ക് ഒരു പൊളിറ്റിക്കലായിട്ട് അലൈൻ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല.
ഇന്ന് എനിക്ക് താല്പര്യമുള്ള പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ 51 വെട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു പാർട്ടി എന്നുള്ള നിലയിലും, പിന്നെ ആവശ്യമില്ലാത്ത വർണ്ണവെറിയൊന്നും ഇല്ലാത്ത പാർട്ടി എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ ഒരു ഐഡിയോളജിക്കൽ അലൈൻമെൻറ്റ് ഉണ്ടെങ്കിലും അങ്ങനെ പാർട്ടിയിലൊന്നും പ്രവർത്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ ഈ തൊട്ടപ്പുറത്തുള്ള സർവേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വന്ന് 4 കൊല്ലം സർവേയിൽ നടന്നിട്ട് വിജയനും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. 4 കൊല്ലം ഒരേ സമരമായിരുന്നു. എൻ്റെ കാറിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇൻ്റലിജൻസുകാർ വന്നിട്ട് പറഞ്ഞു, സാറിനെ കയ്യേറ്റം ചെയ്യും, രാത്രിയിലെങ്ങും ഇവിടെ ഇരിക്കരുത്, എന്നാൽ റോഡിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത്, അവർ ചിലപ്പോൾ ആസിഡ് ബൾബൊക്കെ എറിയുമെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വെറുതെ ചുമ്മാ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ ജീവിതവും പോവും. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഫൈറ്റ് ചെയ്താൽ 4 കൊല്ലം എഞ്ചിനീയറിംഗിൽ ഒരു സബ്ജക്റ്റ് വരും സാറേ, സത്യം പറഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ പഠിച്ചിട്ടില്ല. 4 കൊല്ലം സർവേ പഠിച്ച് ഒരു സർവേ മാനുവൽ തന്നെ, എൻ്റെ ആദ്യത്തെ ബുക്ക് അതാണ്, സർവേ മാനുവൽ തന്നെ എഴുതി. അപ്പം നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ അനന്ത. തിരുവനന്തപുരത്ത് എത്രയോ കാലമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അത് മാറ്റാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്നേരം ഉമ്മൻചാണ്ടി സർക്കാരും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറും അതുപോലെ തന്നെ ജി തോമസ് സാറും ആവശ്യമുള്ള സപ്പോർട്ടും ഒക്കെ തന്നു. ഇന്ന് മാറ്റങ്ങൾ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഈ അടുത്ത ദിവസം എന്നെ മേയർ വിളിച്ചു, മിസ്റ്റർ രാജേഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഇലക്ഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു ഇരിക്കുകയായിരുന്നു. നമുക്ക് ആദ്യമായിട്ടാണ് ഒരു പൊളിറ്റീഷ്യൻ ചോദിക്കുന്നത്, ഈ ആമേഴഞ്ചാം തോടിലുള്ള ഈ അമേദ്യം ഒന്ന് വൃത്തിയായിട്ട് ഒരു നല്ല തോടായിട്ട് നമുക്ക് ഒഴുക്കാൻ എന്താ മാർഗം? അന്ന് സാറ് കാണുന്നുണ്ട്, ഞങ്ങളിപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ ആ ടീമിനെയൊക്കെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, 1 ഇഞ്ച് പോലും സ്ഥലം നമ്മൾ അക്യൂർ ചെയ്യണ്ട, ആ തോടിൻ്റെ അടിയിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈപ്പ് ഇടുക, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലാബും കൂടി ഇടുക, അപ്പോൾ ആളുകൾക്ക് ഒരു 5-6 കിലോമീറ്റർ കിട്ടും. ഹോട്ടലിൽ നിന്നും അതിൽ നിന്നും ഒക്കെ ഉള്ളത് ചെയ്യാൻ പറ്റും. അപ്പം നിസ്സാര സൊല്യൂഷൻ. അതിന് പകരം ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ വെട്ടിക്കുഴിച്ച് നശിപ്പിച്ച്, അതായത് വഷളാക്കണം. അതായത് നമുക്ക് എത്രത്തോളം ബില്ല് കൂട്ടാൻ പറ്റുമോ അത് ചെയ്യണം.